35 വർഷത്തെ 40 വർഷത്തിന് മുമ്പൊക്കെ ഏകദേശം 5000 പേർക്ക് നമ്മൾ അന്നദാനം ചെയ്യുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് നമ്മളും നിങ്ങളും ആ ഉത്സവ ആഘോഷങ്ങൾ പകർത്തുന്നതിനിടെ ഈ ആറ്റുകാലുള്ള ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയുമായി പരിചയപ്പെടാൻ ഭാഗ്യമുണ്ടായി. ആറ്റുകാൽ ജി കുമാരസ്വാമി അദ്ദേഹമാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. അല്ലെ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ്. ഇത്രയും ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചാരിറ്റി, തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റുകാൽ ജി കുമാരസ്വാമി അവരുകളെ ഞങ്ങൾ നമ്മളും നിങ്ങളും ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ ആറ്റുകാൽ ക്ഷേത്രവുമായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയൊരു അനുഭവം നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ ഏകദേശം 60 വർഷമായി ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഈ തുടക്കം മുതൽ തന്നെ എൻ്റെ അച്ഛൻ സംഭാരം ആദ്യകാലങ്ങൾ ഈ പറയുന്ന 60 വർഷത്തിന് മുമ്പ് സംഭാരവും നാരങ്ങ വെള്ളമാണ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കഞ്ഞിയും എരിശ്ശേരിയും ആയിരുന്നു. ഇപ്പം ദീർഘകാലം കൊണ്ട് നമ്മൾ ഈ സദ്യ പായസം ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല രീതിയിലുള്ള ഫുഡ് നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ 10-300ഓളം പേര് വരും. ആദ്യകാലങ്ങളിലൊക്കെ ഒരു 40 വർഷത്തിന് മുമ്പൊക്കെ ഏകദേശം 5000 പേർക്ക് നമ്മൾ അന്നദാനം ചെയ്യുമായിരുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ സമീപത്തൊന്നും ഈ അന്നദാനം ഇല്ലായിരുന്നു. വർഷങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിലും അന്നദാനമുണ്ട്. ഇപ്പം റോഡിലൊക്കെ അന്നദാനം ഉള്ളതുകൊണ്ട് നമുക്ക് കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2500 പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. നമ്മൾ വീണ്ടും തികയാതെ വന്നപ്പോൾ വീണ്ടും തിളപ്പിച്ച് പെട്ടെന്ന് കറിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. വീണ്ടും നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. വരുന്നവരെല്ലാം പേർക്കും കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ കുടിവെള്ളം കൊടുക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ വെളിയിൽ തന്നെ 2 ടാപ്പ് വെച്ചിട്ടുണ്ട്, തുറന്ന് ഉപയോഗിക്കത്തക്ക രീതിയിൽ 2 ടോപ്പ് വെച്ചിട്ടുണ്ട് വെള്ളം എടുക്കാനായിട്ട്. ഒന്ന് കൈ കഴുകാനും ഒന്ന് പൈപ്പിലെ വെള്ളവും വാട്ടർ വലിച്ചിട്ടുണ്ട്. ആൾക്ക് വെള്ളം എടുത്തുകൊണ്ട് പോകാം. പിന്നെ 4 ബാത്റൂം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അന്നദാനത്തിനേക്കാൾ വളരെ പ്രാധാന്യം ഞാൻ ഈ ബാത്റൂമിന് കൊടുക്കും. വരുന്നവർക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി ഞാൻ ബാത്റൂം അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട്. അത്രയും നല്ല അടിപൊളി. ഇപ്പം പണിതേ ഉള്ളൂ. ഇപ്പം പണിതിട്ടിരിക്കുകയാണ്. അങ്ങനെ ബാത്റൂം ഉൾപ്പെടെ ഞാൻ എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിൽ നമ്മുടെ അറിയാവുന്നവരും വരും, അറിയാത്തവരും വരും. നമുക്ക് അങ്ങനെ ഒരു ഭേദമില്ലാതെ നമ്മൾ മൂന്ന് സെറ്റായിട്ടാണ് വിളമ്പുന്നത്. അതായത് ഒന്ന് പാത്രം വാങ്ങിക്കൊണ്ട് പോകുന്നവരും, ഒന്ന് പാത്രത്തിൽ ഞങ്ങൾ കൊടുത്ത് എവിടെ ഇരുന്ന് കഴിക്കുന്നവരും, ഒന്ന് നമ്മുടെ വീട്ടിലുള്ള ഗസ്റ്റുകൾക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക്, പോലീസുകാർക്കും ഡോക്ടേഴ്സിനും നേഴ്സുമാരും എല്ലാം ഒരുപാട് പേര് ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. അവർക്ക് പ്രത്യേക ഒരു സീറ്റിട്ട് മേശയിട്ട് അവർക്ക് കൊടുക്കാൻ 3 സെക്ഷനായിട്ടാണ് നമ്മൾ വിളമ്പി കൊടുക്കുന്നത്. അത് വിളമ്പാനുള്ള ആൾക്കാർ തന്നെ നമ്മളെ വരും. ഈ പാചകം ചെയ്യുന്ന ആൾക്കാർ തന്നെ ഈ പറഞ്ഞ 40-50 വർഷങ്ങൾക്ക് മുമ്പ് പാചകക്കാരെല്ലാം മരിച്ചുപോയി. ഒരു 6 കൊല്ലം കൊണ്ട് ഞങ്ങളുടെ അടുത്തറിയാവുന്ന വിതുരയിൽ നിന്ന് മാടസ്വാമി എന്ന് പറഞ്ഞ നമ്മുടെ മാടസ്വാമി സാറിൻ്റെ മകൻ സുരേഷ്, അദ്ദേഹം ഒരു ടീമായിട്ട് അതിന് 12 പേരോളം അവരുണ്ട്. അവർ നേരത്തെ വന്ന് തന്നെ തലേദിൻ്റെ തലേദിവസം വന്ന് തന്നെ ഞങ്ങൾക്ക് രാത്രി വേണ്ട ഭക്ഷണങ്ങളും വീട്ടിലുള്ളവർക്ക് രാത്രി വേണ്ട ഭക്ഷണങ്ങളും അന്ന് പൊങ്കാലന്ന് ഉച്ചയ്ക്ക് 2500 പേർക്കുള്ള ഭക്ഷണവും തയ്യാറാക്കി തരും. അത് സന്തോഷപൂർവ്വം അവർ ഭംഗിയായിട്ട് അവർ വന്ന് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്ക് ഈ ആരോഗ്യമുള്ളപ്പോൾ നമ്മളെല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പോഴും നമ്മൾ ആരോഗ്യം കുറഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് വളരെ വളരെ നല്ല സഹായമാണ് അവർ ചെയ്യുന്നത്. നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട്, സാമ്പത്തികം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥതയായിട്ട് അവർ ചെയ്ത് നീറ്റായിട്ട് നമുക്ക് തന്നിട്ട് പോകുന്നുണ്ട്. അത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഈ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ പറ്റിയെന്നുള്ളത് ആണ് വലിയ സന്തോഷം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അങ്ങനെ പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഈ അന്നദാനം ഞാൻ ചെയ്യും. അത് കഴിഞ്ഞാലും ഞാൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ മരിക്കുള്ളൂ. എൻ്റെ മക്കളും മരുമക്കളും അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ മക്കളും അനിയത്തിയുടെ മക്കളും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ വലിയ കുടുംബമാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് തീർച്ചയായിട്ടും ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിനുള്ള സാമ്പത്തികം ഞാൻ കണ്ടെത്തി വച്ചിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്നുള്ള രീതി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെ സംതൃപ്തിയാണ്. ഇതിപ്പോൾ ഇത് അന്നദാനം കൊടുക്കുമ്പോൾ എൻ്റെ വീടിറങ്ങി നോക്കിയാൽ 4 സൈഡും ഞാൻ പരിസരം വൃത്തിയാക്കുകയാണ്. 1 മാസത്തോളം കൊണ്ട് വൃത്തിയാക്കുകയാണ്.
പെയിൻറ്റർമാരും ക്ലീനിങ്ങിലുള്ള ആളെ വിളിച്ച് വളരെ നന്നായിട്ട് ഇപ്പോൾ ഏകദേശം 95% വൃത്തിയാക്കി കഴിഞ്ഞു. അതിപ്പം പുറത്തിറങ്ങി നോക്കിയാൽ അറിയാം. ഇനി ഒരു 5% ബാക്കി മാത്രമേ ഉള്ളൂ. അത് ഞാൻ കഴിഞ്ഞ ദിവസം 1-ാം ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീർക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു ദിവസം മഴ പെയ്തതുകൊണ്ട് കുറച്ച് പെൻഡിങ്ങിൽ വന്നു. അപ്പോൾ വളരെ സംതൃപ്തിയാണിത്. എൻ്റെ കുടുംബത്തിന് അതിനുള്ള നേട്ടങ്ങൾ ഈശ്വരൻ ആറ്റുകാലമ്മ അനുഗ്രഹിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. ആറ്റുകാലമ്മയുടെ ഇവിടെ വന്ന് എനിക്ക് ഈ വീട് വാങ്ങാനും, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ വീടാണ്, എനിക്ക് തൊട്ടടുത്ത സ്ഥലമുണ്ട്, ഇതൊക്കെ വാങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ ഉണ്ടാക്കിയെടുത്താണ്. പ്രവൃത്തി കാണുമ്പോൾ ഈശ്വരൻ അനുഗ്രഹിച്ച് പ്രസാദം തരുന്നത് പോലെ എനിക്ക് തരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. എനിക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. എൻ്റെ മോൻ ഡോക്ടറാണ്, RCCയിൽ ഉണ്ടായിരുന്നു, ശ്രീ ചിത്രയിലുണ്ടായിരുന്നു, ഇപ്പം ലോഡ്സിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ 8 മണി മുതൽ 8 മണി വരെ ഡ്യൂട്ടിയാണ് പോയിരിക്കുകയാണ്. എൻ്റെ മോള് തൊട്ടടുത്ത് തന്നെ താമസിക്കുകയാണ്. മോള് MBA കഴിഞ്ഞു. മോള് മരുമകൻ ഒരു HR ആണ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഹോട്ടൽ ഇമ്പീരിയൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷമാണ്. പിന്നെ കൊച്ചുമക്കളുണ്ട്. മോന് 2 മക്കള്. ഇത് മൂത്ത മോളാണ്, ക്ഷേത്ര എന്നാണ് പേര്. ഇത് മോളുടെ ഇളയ കൊച്ചിയാണ്, ശ്രീയാണെന്നാണ് പേര്. ഇനി മോളുടെ മൂത്ത കൊച്ചിൻ്റെ പേര് സൃഷ്ടി. ഈ മോൻ്റെ ഇളയ കൊച്ചിൻ്റെ പേര് ദ്വിത. അങ്ങനെ എനിക്ക് 4 കൊച്ചുമക്കളാണ്. എനിക്ക് ഭാര്യ, വളരെ സന്തോഷമാണ്. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ആറ്റുകാലം അനുഗ്രഹിച്ച് തന്നതുകൊണ്ട് എനിക്കിത് വീണ്ടും 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 ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പിന്നെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തെ കുറിച്ച് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഉത്സവ കാലഘട്ടങ്ങളിൽ ഇവിടെയുള്ള ഒരു വീട്ടുകാരും ആരെയും തള്ളി പറയില്ല. എവിടെ നിന്ന് വന്നവരായാലും ഏത് തരക്കാരായാലും അങ്ങനെ ജാതി മത ഭേദം അങ്ങനെ എല്ലാത്തിൻ്റെ അതീതമായി എല്ലാവരും സ്വന്തം വീട് പോലെയാണ് ഈ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ഏത് വീട്ടിലും കയറി ചെന്നാൽ പിന്നെ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ചോദിക്കാം. എന്ത് സാധനങ്ങളും അവരെല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കി തരും. അതിനുവേണ്ടി നേരത്തെ സാറ് പറഞ്ഞതുപോലെ നേരത്തെ വീടൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആരായിക്കോട്ടെ, ഏത് രാജ്യക്കാരായിക്കോട്ടെ, ഏത് വിഭാഗക്കാരായിക്കോട്ടെ, എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിട്ട് അവരുടെ ആ ഒരു അനുഗ്രഹം നേടി തിരിച്ചു പോകാൻ, ഒരു വിഷമവും ഇല്ലാതെ തിരിച്ചു പോകാനുള്ള ഒരു വലിയ മനസ്സ് തീർച്ചയായിട്ടും ആറ്റുകാലമ്മയുടെ പരിപൂർണമായ ആ ഒരു സ്നേഹവും ലാളനയും കിട്ടിയ ഒരു സുന്ദര പ്രദേശം തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഈ പരിസരം. ഈ പരിസരത്തെ ഏറ്റവും ആ ഒരു മനസ്സുള്ള ഒരു മഹാൻ വ്യക്തിയായി നമുക്ക് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ ജീവിത ഭാഗ്യം എന്ന് തന്നെ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.